ഫലസ്തീനു വേണ്ടി മെഴുകുതിരി കത്തിച്ചവർ ബംഗ്ലാദേശ് കാണുന്നില്ലെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ.വി. ബാബു. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായി നടക്കുന്ന അക്രമ സംഭവങ്ങളിൽ സാംസ്കാരിക നായകർ നടത്തുന്ന മൗനം കുറ്റകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആലുവയിൽ ബംഗ്ലാദേശ് അക്രമ സംഭവങ്ങളിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദി നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആർ.വി. ബാബു. ഫലസ്തീനു വേണ്ടി മെഴുകുതിരി കത്തിച്ചവരാണ് കേരളത്തിലെ ഇടതു വലതു മുന്നണികളും സാംസ്കാരിക നായകരും. ബംഗ്ലാദേശിൽ സർക്കാരിനെതിരായി ആരംഭിച്ച പ്രക്ഷോഭം ഹിന്ദുവിരുദ്ധ കലാപമായി മാറിയിരിക്കുകയാണ്. ഹിന്ദുക്കളടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു. ഈ സമയത്തും കേരളത്തിലെ സാംസ്കാരിക നായകർ മൗനം തുടരുകയാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ.വി. ബാബു പറഞ്ഞു. അതിനിഷ്ഠൂരമായ രീതിയിൽ അവിടുത്തെ ന്യൂനപക്ഷ സമുദായമായിട്ടുള്ള ഈ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ബലം പിടിക്കുന്ന അല്ലെങ്കിൽ വികാരം കൊള്ളുന്നവരാണല്ലോ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. അത് ഇടതാകട്ടെ വലതാകട്ടെ, ന്യൂനപക്ഷം എന്ന് കേൾക്കുമ്പോൾ വികാരം കൊള്ളും. പക്ഷെ ഇവിടെ ന്യൂനപക്ഷം എന്ന് കേൾക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വികാരമില്ല, കോൺഗ്രസിനും വികാരമില്ല. പക്ഷെ ഇവിടുത്തെ ന്യൂനപക്ഷം അത് ബംഗ്ലാദേശിലാണ്. അപ്പൊ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷത്തെ കുറിച്ച് ഇവർക്ക് ആർക്കും ഒരു വിഷമമില്ല. കാരണം അവിടെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളാണ്, ബൗദ്ധരാണ്, ക്രിസ്ത്യാനികളാണ്, ജൈനരാണ്, സിഖുകാരാണ്. CPIയുടെ നേതാവായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ബംഗ്ലാദേശിലെ കൂട്ടക്കുരുതി കാണാൻ കണ്ണില്ല. കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കൊല കാണാൻ കണ്ണില്ല. ബംഗ്ലാദേശ് വിമോചനകാലത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരിൽ 3 ലക്ഷം പേരെയാണ് ജമാഅത്തെ ഇസ്ലാമി കൊന്നുതള്ളിയത്. റസാക്കന്മാർ എന്ന പേരിൽ പ്രത്യേക സംഘമുണ്ടാക്കിയാണ് അന്ന് കലാപം നടത്തിയത്. ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യാനാണ് റസാക്കന്മാരെ ഉണ്ടാക്കിയതെന്നും ആർ.വി. ബാബു അഭിപ്രായപ്പെട്ടു. ജമാഅത്തെ ഇസ്ലാമി വളർത്തിക്കൊണ്ടുവന്ന ഒരു സേനയുണ്ടായിരുന്നു. ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യാൻ 1971 പാകിസ്ഥാന്റെ സഹായത്തോടു കൂടി കൂട്ടക്കൊല ചെയ്യാൻ. ആ സേനയുടെ പേരാണ് റസാക്കർ സേന എന്ന്, റസാക്കർമാർ. ആ റസാക്കർമാര് ഹൈദരാബാദ് നിസാമിലുണ്ടായിരുന്നു. എന്തിനായിരുന്നു റസാക്കർമാരെ സൃഷ്ടിച്ചതെന്ന് അറിയാമോ? ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യാൻ, അവിശ്വാസികളെ കൂട്ടക്കൊല ചെയ്യാൻ, അമുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ. ഭാരതത്തിന്റെ അയൽ രാജ്യങ്ങളിൽ ഭാരതവിരുദ്ധ ഭരണകൂടങ്ങളെ സൃഷ്ടിക്കാൻ ശ്രമം നടക്കുന്നതായും ആർ.വി. ബാബു കുറ്റപ്പെടുത്തി. ജോർജ് സോറോസും അമേരിക്കയും ചേർന്നാണ് കലാപങ്ങൾ ആസൂത്രണം ചെയ്യുന്നതെന്നും ആർ.വി. ബാബു വ്യക്തമാക്കി. ആലുവയിൽ ബംഗ്ലാദേശ് അക്രമ സംഭവങ്ങളിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദി നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആർ.വി. ബാബു. ചടങ്ങിൽ RSS ദക്ഷിണ പ്രാന്ത ഗ്രാമവികാസ് പ്രമുഖ് CG കമലാകാന്തൻ മുഖ്യപ്രഭാഷണം നടത്തി. ജനം, കൊച്ചി.